അല്ലെങ്കിൽ ആ കടമുറിയോ നിൽക്കുന്ന സ്ഥലത്തിന്റെ എന്താണ് നമ്മൾ എത്ര ഏരിയ ആണോ അവർക്ക് മുറ്റം കൊടുക്കുന്നത്, മുറ്റം അങ്ങനെ എത്ര ഏരിയ ആണോ അവർക്ക് കൊടുക്കുന്നത് ആ പ്രദേശത്തിന്റെ വാടകയ്ക്കായിട്ട് കൊടുക്കുന്ന കെട്ടിടവും അനുബന്ധമായി നിൽക്കും. ചില മതിൽ കെട്ടൊക്കെ ഉള്ള ഭാഗം കൊടുക്കും, ചില മുറ്റം കൊടുക്കും, പുറകിൽ മുറ്റം ഉണ്ടാകും. അപ്പൊ എത്ര സ്ഥലമാണോ വാടകയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആ ഏരിയ നമ്മൾ വ്യക്തമായി എടുത്തിട്ട് അതിന്റെ ഫെയർ വാല്യൂ എടുക്കണം. ഫെയർ വാല്യൂ കണക്കാക്കിയതാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് കൂടുതൽ എന്ന് നോക്കും. മിക്കവാറും ഈ വസ്തുവിന്റെ ഫെയർ വാല്യൂ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഫെയർ വാല്യൂ ആണ് കൂടുതലെങ്കിൽ അത് നമുക്ക് അത് കാണിക്കാവുന്നതാണ്. പിന്നെ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്ന പണ്ട് ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വാടക എമൗണ്ട് കുറച്ച് വെച്ച് എഴുതി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പണി കിട്ടുന്നതാണ് ഈ പുതിയ സംരംഭം. അതായത് വാടക ഇനത്തിൽ നമ്മൾ കണക്ക് കൂട്ടി വരുന്ന വാർഷിക തുകയും സെക്യൂരിറ്റിയും ചേർക്കുന്ന തുകയും ഈ ഫെയർ വാല്യൂ വസ്തുവിന്റെ ഫെയർ വാല്യൂ നമ്മൾ കണക്കാക്കുമ്പോൾ ഏതാണ് കൂടുതൽ അതാണ് എടുക്കേണ്ടത്. അപ്പോൾ വാടക എമൗണ്ട് കുറച്ച് വെച്ച്